ഒരു മീൻ വറക്കാനുള്ള എൻ്റെ കഷ്ടപ്പാട് നിങ്ങളൊന്ന് കണ്ട്. മീനും കൊണ്ടുവാ, മീനും കൊണ്ടുവാ. പിടിച്ച് വാങ്ങിയ മീൻ നമുക്ക് പൊരിച്ചെടുക്കാം. കുറച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, കുരുമുളക് പൊടി, കുറച്ച് നാരങ്ങ നീര്, കുറച്ച് വെളിച്ചെണ്ണ, ഇത്രയൊന്ന് നല്ലപോലെ മിക്സാക്കിയിട്ട് അത് നമുക്ക് മീനിലേക്ക് തേച്ച് പിടിപ്പിക്കും. ഞാനിത് ഒന്ന് ചെറിയ കഷ്ണങ്ങളാക്കിയാണ് എടുത്തത് മീൻ വറുക്കാൻ. അപ്പോൾ ഇതെല്ലാം തേച്ച് പിടിപ്പിച്ച് ഒരു അരമണിക്കൂർ ഫ്രിഡ്ജിൽ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. പിന്നെ ഒരു പാൻ വെച്ച് അത് ചൂടാകുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അത് നന്നായിട്ട് ചൂടാകുമ്പോൾ നമ്മൾ ഈ പുരട്ടി വെച്ച മീനെടുത്ത് അതിലേക്ക് വയ്ക്കാം. മീനൊരു 4-5 മിനിറ്റ് കഴിയുമ്പോൾ ഒരു വശമൊന്ന് ചെറുതായിട്ടൊന്ന് മുരിഞ്ഞ് വരും. അപ്പം നമുക്ക് അതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ഒരു 3-4 അല്ലി വെളുത്തുള്ളിയും കുറച്ച് കൊച്ചുള്ളി ചതച്ചതും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക. ആ എണ്ണ കിടന്ന് അതൊക്കെ ഒന്ന് മുരിയിട്ട് അതിന് നല്ലൊരു ഫ്ലേവറൊക്കെ മീനിൽ പിടിക്കും. നല്ല ടേസ്റ്റാണ് അങ്ങനെ. പിന്നെ നമുക്ക് മീനിങ്ങനെ തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് നന്നായിട്ട് മൊരിയിച്ചെടുക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പം നമ്മുടെ ഫിഷ് ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഒരു തേങ്ങയും മാങ്ങയും വെച്ചൊരു ചമ്മന്തി ഇവിടെ അരയ്ക്കാം. 2-3 പച്ചമുളക് എടുത്തിട്ടുണ്ട്. അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന മാങ്ങ, ഒരു 3-4 കൊച്ചുള്ളി, ഒരു 2 പിടി തേങ്ങ, പിന്നെ കുറച്ച് ഉപ്പ് ഇട്ടിട്ട് നമുക്ക് അരച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ തേങ്ങ മാങ്ങ ചമ്മന്തി ഇവിടെ റെഡിയായി. അപ്പോൾ ഇന്ന് ഒഴിച്ചു കൂട്ടാനൊന്നുമില്ല. എനിക്ക് ഈ ചമ്മന്തിയും മീൻ വറുത്തതും തന്നെ മതി കേട്ടോ, അത് തന്നെ ധാരാളം. ഇവിടെ അങ്ങനെ ആർക്കും നിർബന്ധമൊന്നുമില്ല. കിട്ടുന്ന കറിയൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യും. അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് കുറച്ച് ചീര ഇരിപ്പുണ്ടായിരുന്നു, അതും കൂടി അങ്ങ് തോരൻ വെച്ചേക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ചീരയിലേക്ക് കുറച്ച് ഉള്ളി, ചെറുതായിട്ട് അരിഞ്ഞ ഉള്ളിയും 2 പച്ചമുളക്, കുറച്ച് കറിവേപ്പില, ഒരു 1.5 പിടി തേങ്ങ അത്രയും എടുത്തിട്ടുണ്ട്. ചട്ടി ചൂടാകുമ്പോൾ കടുക് പൊട്ടിച്ച് ചീര അതിലേക്ക് ഇട്ടിട്ട് അതിൻ്റെ മേലേക്ക് നമുക്കെല്ലാം ഉള്ളിയും പച്ചമുളകും തേങ്ങയും എല്ലാം കൂടി ഇട്ട് കൊടുക്കാം. കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് ഒന്ന് കുറച്ച് തീ കുറച്ച് വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ചീരത്തോരൻ ഇവിടെ റെഡിയായി. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ലഞ്ച്. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ കമൻറ്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.